ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ടൈമിൽ നമുക്ക് ഹോസ്പിറ്റൽ ബിൽ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ചെയ്യേണ്ടി വരും എന്നൊരു ടോക്ക് പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അത് തികച്ചും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്നത്, നേച്ചർ ഓഫ് ഇൽനെസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, എത്ര ദിവസത്തെ മെഡിക്കേഷൻസ് വേണം, ഇതിൻ്റെ എല്ലാം ഒരു ഓവറോൾ സമ്മറി വെച്ചിട്ട് പ്രീ ഓതറൈസേഷന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു മെയിൽ പോകും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടേഴ്സ് പാനൽ കാണും. അവരിത് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പ്രീ ഓതറൈസേഷൻ അപ്രൂവൽ കിട്ടുന്നത്. അപ്പോൾ വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രപ്പോർഷണലായിട്ട്, അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എമൗണ്ടിന് പ്രപ്പോർഷണലായിട്ടൊരു എമൗണ്ടും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, ഇതിൻ്റെ എല്ലാം ഒരു ഓവറോൾ സമ്മറിയും ഡിസ്ചാർജ് സമ്മറിയും കൂടെ ചേർത്ത് വീണ്ടും ഇൻഷുറൻസ് കമ്പനിക്ക് മെയിൽ ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മുടെ ഡോക്ടേഴ്സ് പാനൽ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് നമ്മുടെ ഇൽനെസ്സിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആണോ കിട്ടിയേക്കുന്നതെന്നുള്ളതെല്ലാം ക്രോസ് എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാളുടെ ഹോസ്പിറ്റൽ ബില്ലിൽ അൺനെസസറി ടെസ്റ്റുകളോ പ്രൊസീജിയേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡപ്പ് ആവത്തില്ലെന്നുള്ള കാര്യം 100% ഷുവറാണ്.